ഗുഡ് ടാഗ്. ഓക്കെ, അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാം, നീ ഏത് ലാംഗ്വേജ് ലെവൽ വെച്ചിട്ടാണ് ഈ ഔസ്ബിൽഡിംഗ് അൺഫാങ്ങിങ് ചെയ്തത് അഥവാ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതായത് ഇപ്പം എത്രയാണ് മന്ത്ലി ഔസ്ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് മന്ത്ലി എത്രയായിരിക്കും സാലറി കിട്ടുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഓരോ ഏരിയ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയറിലേക്കാളും കൂടുതൽ നമുക്ക് സെക്കൻഡ് ഇയർ കിട്ടും, തേർഡ് ഇയറിലായാലും കുറച്ചുകൂടി കൂടുതൽ. എന്തായാലും 1100 തൊട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1340 ഒക്കെ തുടങ്ങും. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവിടുത്തെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് 1200 അല്ലേ, 1100 യൂറോ ആണ് കേട്ടോ. ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 1,10,000 1,20,000 ഒക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇവിടെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ടാക്സ് ഉണ്ട്, റെന്റ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതെല്ലാം പെട്ടെന്ന്